ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ പരുമലപ്പള്ളിയാണ്. നമ്മൾ പരുമലയിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് പരുമലപ്പള്ളി. അവിടെ ഇതാണ് മെയിൻ ഗേറ്റാണ്, നമ്മുടെ മെയിൻ ഗേറ്റിൻ്റെ എൻട്രൻസ് ആണ്. അവിടുന്ന് നമുക്ക് 2 സൈഡിലായിട്ട് ഈ സെയിം പരുമല സെമിനാരി എന്ന ഒരു ഗേറ്റാണ്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടാണ് നമ്മൾ പോകുന്നത്. ഇത് പള്ളിയുടെ ഒരു പോർഷൻ, അതായത് അതിൻ്റെ ഒരു മുറ്റം പോലെ സൈഡാണ്. അവിടെ മെഴുകുതിരിയും കാര്യങ്ങളും എല്ലാം വിൽക്കാനായിട്ടിരിക്കുന്നതാണ് ഈ ചേട്ടന്മാരും കുറച്ച് ചേച്ചിമാരും ഒക്കെ. ഞാൻ അവിടെ നിന്ന് 2 മെഴുകുതിരിയൊക്കെ വാങ്ങി. ഇവിടെ നിന്ന് എപ്പോഴും ഞാൻ വന്നാലും ഇവിടെ മെഴുകുതിരി കത്തിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിനോട് ചേർന്നിട്ട് ക്യാൻറ്റീനും അതുപോലെ തന്നെ ഒരു ഹാളും ഉണ്ട്. എന്തെങ്കിലും ഫംഗ്ഷൻസൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ വെച്ചാണ് അവർ പരിപാടികൾ നടത്താറുള്ളത്. അവിടുന്ന് സ്വല്പം ഇങ്ങോട്ട് മാറി തന്നെ വണ്ടിയുടെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളും ഒക്കെയാണ്. വണ്ടി പാർക്ക് ചെയ്യാനും 2 വീലർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ 2 വീലർ പാർക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് പള്ളിയാണ്. പള്ളിയുടെ കുറച്ച് അവരുടെ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് അകത്തോട്ട് പോകാം. മെയിൻ ഒരു കാര്യം പറയാൻ വിട്ടു, കാരണം ഇവിടുന്ന് KSRTCയും പ്രൈവറ്റ് ബസ്സും എല്ലാ റൂട്ടിലോട്ടും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് പെട്ടെന്ന് വരാനും പോകാനുമുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അങ്ങോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മെഴുകുതിരി കത്തിക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടോട്ട് കയറി ചെല്ലുന്നിടത്ത് തന്നെ ഒരു പാലം പോലെ ഒരു പാസേജ് ചെയ്തിട്ടുണ്ട്. അതിലേ നമുക്ക് ഇപ്പം ഇതിൻ്റെ ഇപ്പറേ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുവഴി വേണേലും നമുക്ക് നടന്ന് മെഴുകുതിരി കത്തിക്കുന്നിടത്തോട്ട് പോകാൻ പറ്റുന്നതാണ്. ഞാൻ ചെല്ലുമ്പം ഏകദേശം മഴയൊക്കെ കഴിഞ്ഞ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. ഇപ്പം പുതിയതായിട്ട് അവർ ചെയ്തേക്കുന്ന ഒരു സംഭവമാണിത്. കാരണം പുറത്ത് നിന്നിട്ട് നമുക്ക് മെഴുകുതിരിയും കാര്യങ്ങളും ഒക്കെ കത്തിക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെല്ലുമ്പോൾ ഇതൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇപ്പം പരുമലപ്പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികൾ പലതരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നൊരു നമുക്കവിടുത്തെ ഏറ്റവും വലിയ പോസിറ്റീവ് വൈബ് എന്നാന്ന് ചോദിച്ചാൽ, അവിടെ ഇത്രയും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒരു ദിവസം കയറി ഇറങ്ങിപ്പോകുന്നൊരു സ്ഥലമാണ് പരുമലപ്പള്ളി. എന്നിരുന്നാൽ തന്നെ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ് അവിടെ. അതോടൊപ്പം തന്നെ ഒരില പോലും ആ പള്ളിയുടെ സറൗണ്ടിങ്സിലില്ല. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് അവിടെ അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അതിന് എത്രവരെ പ്രശംസിച്ചാലും മതിയാവില്ല. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകളും ഞാനിന്നിവിടെ കണ്ടു. അതോടൊപ്പം തന്നെ ഈ പരുമലപ്പള്ളിയുടെ പരിശുദ്ധിക്കും വിശുദ്ധിക്കും ഒരു കോട്ടവും തട്ടാത്ത രീതിയിലുള്ള വീഡിയോ ക്യാപ്ചറിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഫോട്ടോ പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഒന്നും തന്നെ ഞാൻ ഫോട്ടോസ് ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ വീഡിയോസും എടുത്തിട്ടില്ല. ഇവിടെ കോമൺ ആയിട്ട് എല്ലാവരും വീഡിയോസും ഫോട്ടോസും എടുക്കുന്നത് കൊണ്ട് മാത്രം ഞാനിവിടെ എടുത്തതാണ്. ഈ പള്ളി അങ്കണത്തിൽ പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ള തീർത്ഥാടകർക്കോ അതുപോലെ തന്നെ ഈ പരുമലപ്പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികൾക്കോ പള്ളിക്കോ യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഞാനൊരു ഫോട്ടോസോ വീഡിയോസോ ക്യാപ്ചർ ചെയ്തിട്ടില്ല. വാഴ നനയുമ്പോൾ ചീര നനയും എന്നുള്ള രീതിയിലുള്ള കുറച്ച് വീഡിയോസ് എൻ്റെതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു ഗാർഡൻ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണാൻ പോകുന്നത് എനിക്ക് തോന്നി ഇവരുടെയൊക്കെ ഇവിടുത്തെ അച്ഛന്മാരും അതുപോലെ തന്നെ അങ്ങനെയുള്ള വിശിഷ്ട വ്യക്തികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. പിന്നെ വെള്ളം കുടിക്കാനുള്ള ഒരു സജ്ജീകരണങ്ങളുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ വേറൊരു ഈ പള്ളിയുടെ തന്നെ ഓപ്പോസിറ്റ് സൈഡാണ്. അത് ഫുള്ള് ഫ്ലോർ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് തന്നെ ഇട്ടേക്കുന്നു. ഹലോ ഗൈസ്, മാമക്കിനെ പുതിയ വീഡിയോയിൽ കാണാം. ബൈ. അതുവരെ എല്ലാവർക്കും ബൈ.